വെൽക്കം ബാക്ക്. സി കോഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ എംബഡഡിൻ്റെ ഫീൽഡിൽ സി കോഡിങ്ങിൻ്റെ മാക്സിമം പോസിബിലിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് NU എന്താ, ടൈപ്പ് കാസ്റ്റ് എന്താ, ടൈപ്പ് ഡെഫ് എന്താ, ഇതാണ് നോക്കുന്നത്. നമ്മൾ ഒരു സാധാരണ മെത്തേഡ് നോക്കുന്ന സമയത്ത് ഞാൻ പല ടോപ്പിക്കുകളും വിട്ടുപോയിട്ടുള്ളതായിട്ട് കാണാം. റാൻഡമായിട്ട് പല ടോപ്പിക്കുകളും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾക്ക് ആക്ച്വലി കമ്പനിക്കകത്ത് പോകുമ്പോൾ എന്താണോ നമ്മൾക്ക് ആവശ്യം വരുന്നത് അതിനെ മാത്രം ഞാൻ എടുത്തിട്ട് ബ്രഷപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ഇനിയും എന്താണെന്ന് നോക്കാം. പുതിയ ഒരു ഫയൽ നമുക്ക് കോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. NUM.c എന്ന് തന്നെ ഫയൽ നെയിം കൊടുക്കാം. ഇതിനകത്ത് ഹാഷിംഗ്ലോഡ് കോണയോ ഇട്ട് വയ്ക്കാം. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിവിടെ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ് അല്ലേ? അതേപോലെ NU സ്പേസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനൊരു ബോഡിയൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ മൺഡേ എന്ന് എഴുതുന്നുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്താം. നമുക്ക് സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേക്ക് ശേഷം കോമ ഇട്ടിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ ഇതിനെല്ലാം കോമയുണ്ട്. അതേസമയം ലാസ്റ്റ് വാല്യൂക്ക് കോമ ഇല്ല. ഓക്കെ, ഇവിടെ ഒരു സെമി കോളനും കൊടുത്തു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റ് എ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ലേ? ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ പേര് എ എന്നാണ്. ഇവിടെ NUമാണ് നമ്മളുടെ വേരിയബിൾ ടൈപ്പ്. അതിൻ്റെ പേര് ഡേ എന്നാണ്. നമ്മൾക്കിവിടെ ആക്ച്വലി ഇതൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതൊരു ഡെഫിനിഷനേ ആയിട്ടുള്ളൂ. നമുക്കിവിടെ യൂസ് ചെയ്യണമെങ്കിൽ NUവും ടുഡേ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഓക്കെ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. ഈക്വൽ ടു ഞാൻ പറയുകയാണ് ഇന്ന് വെനസ്ഡേ ആണ്. വെനസ്ഡേ ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടുഡേക്ക് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? സൺഡേ കൊടുക്കാം, മൺഡേ കൊടുക്കാം. ഈ NUമിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള 7 വാല്യൂസിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇവിടെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ടുഡേയ്സ് വാല്യൂ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെനസ്ഡേ എന്നല്ല പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ടുഡേ. ഇനി വാല്യൂ ആണെങ്കിൽ വെനസ്ഡേക്ക് എന്താണ് വാല്യൂ? ഇവിടെ ഞാൻ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ബൈ ഡിഫോൾട്ട് സൺഡേക്ക് വാല്യൂ വരുന്നത് 0 ആണ്. സൺഡേക്ക് വാല്യൂ 0 ആണെങ്കിൽ ഒബ്വിയസ്ലി മൺഡേ 1 ആണ്, ട്യൂസ്ഡേ 2 ആണ്, 3, 4, 5 നമുക്ക് 5 ഡേയ്സേ വന്നിട്ടുള്ളൂ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. യെസ്, വി ആർ മിസ്സിങ് തേഴ്സ്ഡേ. സീറോ, 1, 2, 3, 4, 5, 6 അപ്പോഴും 6 വന്നുള്ളൂ അല്ലേ? എന്താ കാരണം? നമ്മൾ വീണ്ടും കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് 0 എന്നാണ്, 1 നിന്നല്ല. അതുകൊണ്ട് 0 to 6 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെനസ്ഡേൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0, 1, 2, 3 ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ വീണ്ടും നമുക്ക് സാധാരണ പോലെ ഗെറ്റ് CH വേണം. നമ്മളിവിടെ റിട്ടേൺ വാല്യൂ ഇട്ടിട്ടില്ല.
ഇതിനെ സേവ് ചെയ്യുന്നു. നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. GCC നമുക്ക് enum കമ്പയർ ചെയ്യാനുള്ളത്. -o enum.exe എറർ പറയുന്നുണ്ട്. ബിഫോർ എക്സ്പെക്റ്റഡ് ഐഡൻറ്റിഫയർ ബിഫോർ ലൈൻ നമ്പർ 18 പ്രശ്നം പറയുന്നത്. enum today equal to Wednesday. നമ്മൾക്കിതിനെ 2 ലൈനിലായിട്ട് എടുത്ത് എഴുതാം. സ്പെല്ലിംഗ് എക്സാക്ട്ലി സെയിം ആയിരിക്കണം. വീണ്ടും ടുഡേ ഡിക്ലെയർഡ്, ടുഡേ അൺഡിക്ലെയർഡ് ആണെന്നാണ് പറയുന്നത്. enum ടുഡേ, ഇവിടെ enum നമ്മൾ ഡേ എന്നൊരു enum നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വേരിയബിളാണ് ടുഡേ. അപ്പോൾ enum ഡേ ടുഡേ എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ കമ്പൈൽ ആയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. enum.exe ഇതാണ് സംഗതി. ഇതിനെ ഓടിച്ച് നോക്കാം. ടുഡേസ് വാല്യൂ ഈക്വൽ ടു 3 എന്നാണ് വന്നത്. ഓക്കെ, നമ്മളിവിടെ കൊടുത്തത് ടുഡേസ് വാല്യൂ ടുഡേൻ്റെ പ്രിൻറ്റ് ചെയ്യാനാണ്. ഇനി നമ്മൾക്ക് കോഡിനകത്ത് ആക്ച്വലി ഇത് നമ്മളുടെ ഇൻറ്റേർണലി കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചത് വാല്യൂ 3 ആണെങ്കിലും നമുക്ക് കോഡ് റീഡ് ചെയ്യുമ്പോൾ ഇവിടെ വെനസ്ഡേ എന്ന് കൊടുക്കാനും വെനസ്ഡേ എന്ന് റീഡ് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. സെയിം നമ്മൾക്ക് ഇവിടെ കമ്പയർ ചെയ്യാനും പറ്റും. ടുഡേൻ്റെ വാല്യൂ വെനസ്ഡേ ആണോ, ടുഡേൻ്റെ വാല്യൂ സൺഡേ ആണോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മൾക്ക് കണ്ടീഷൻ ഇടുന്ന സമയത്ത് ഇഫ് ടുഡേ ഈക്വൽ ടു സൺഡേ അല്ലെങ്കിൽ മൺഡേ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ enumൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ ഇവിടെ സൺഡേ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? സൺഡേക്ക് ഞാൻ സ്പെസിഫിക്കലി 1 എന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഡേൻ്റെ വാല്യൂ 1 ആയി. അങ്ങനെയാണെങ്കിൽ മൺഡേൻ്റെ വാല്യൂ എന്താവും? ഓക്കെ, ഒബ്വിയസ്ലി ഒരെണ്ണം ഇൻക്രിമെൻ്റ് ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി. ഇപ്പോൾ നമുക്ക് 1 to 7 ആണ് വാല്യൂ കിട്ടിയത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ഇതിനെ 50 എന്ന് വാല്യൂ കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ മൺഡേൻ്റെ വാല്യൂ 2, ട്യൂസ്ഡേൻ്റെ വാല്യൂ 3, അത് കഴിഞ്ഞാൽ വെനസ്ഡേ 50, അപ്പോൾ തേഴ്സ്ഡേ എന്തായിരിക്കും? 51 ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് തേഴ്സ്ഡേൻ്റെ വാല്യൂ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. തേഴ്സ്ഡേൻ്റെ വാല്യൂ നമുക്ക് 51 പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് enum. നമുക്കിതിൻ്റെ ഒപ്പം ടൈപ്പ് ഡെഫ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ടൈപ്പ് കാസ്റ്റും ടൈപ്പ് ഡെഫും ഡിഫറെൻ്റ് ആണ്. നമ്മൾക്കിപ്പോൾ ടൈപ്പ് കാസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ enum അല്ലെങ്കിൽ ഇൻറ്റിജർ a എന്ന് കൊടുത്തു അല്ലേ. ഞാനിവിടെ ഒരു ടൈപ്പ് ഡെഫ് കൊടുക്കുകയാണ്. ടൈപ്പ് ഡെഫ് ഇൻറ്റ് നം വാൽ, ഇങ്ങനെ ഞാനൊരു ടൈപ്പ് ഡെഫ് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഒരു പുതിയ ഒരു വേരിയബിൾ ടൈപ്പ് പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നെയിം വാൽ ബി. ഇനി ഞാനിവിടെ ബിക്ക് ഒരു വാല്യൂ കൊടുക്കണം. 50 എന്നൊരു വാല്യൂ കൊടുത്തു. എനിക്കിവിടെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. printf b is %d, b. കമൻറ്റ് പ്രോംപ്റ്റിൽ പോയി വീണ്ടും കമ്പൈൽ ചെയ്തു. ഡെസ്ക്ടോപ്പിൽ വന്നു, കോഡ് ഓടിച്ച് നോക്കി. b is 50 എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ numVal എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ടൈപ്പായിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ്. ആക്ച്വലി അങ്ങനെ ഒരു വേരിയബിൾ ടൈപ്പ് ഇല്ല. ഇൻറ്റിനെ തന്നെയാണ് ഞാനിവിടെ numVal എന്ന് പറയുന്നത്.
അത് ഇൻറ്റ് ഏലിയാസ് നംവാൽ അല്ലെങ്കിൽ നംവാൽ ഏലിയാസ് ഇൻറ്റ്. ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് അത് എന്നല്ല, നമ്മൾ സിനിമയിലെ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന പോലെ നംവാൽ ഏലിയാസ് ഇൻറ്റ് ഇത് തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിത് ഇവിടെ യൂസ് ചെയ്താൽ എന്യൂം ഡേ ഇതിനെ നമ്മൾക്ക് യൂസ് ചെയ്താൽ നമ്മൾക്ക് താഴെ എന്യൂം ഡേ ടു ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വലുതാക്കി എഴുതുന്നതിന് നമ്മൾക്ക് വളരെ ആശ്വാസം കിട്ടും. ടൈപ്പ് ഡെഫ് എന്യൂം ഡേ ഇതിൻ്റെ മുഴുവനും ഡെഫിനേഷൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഡേ എന്ന് ക്യാപ്സിൽ പേര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്യൂം ഡേ എന്നൊക്കെ എഴുതുന്നതിൻ്റെ പകരം ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഡേ ടു ഡേ. ഇനി അതേപോലെ ഡേ യെസ്റ്റർഡേ, ഇങ്ങനെയൊക്കെ നമുക്ക് വേരിയബിൾസ് ഇഷ്ടംപോലെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കിവിടെ നമ്മുടെ കോഡിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്കോപ്പ്, ഈ ടൈപ്പ് ഡെഫിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനെ ഗ്ലോബലായിട്ടാണ് ഞാൻ ടൈപ്പ് ഡെഫ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ സ്കോപ്പുള്ളവിടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കമ്പൈലിങ്ങിൽ എറർ വന്നത് വേറൊന്നുമല്ല, നമ്മളുടെ ഔട്ട്പുട്ട് ഫയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത്തവണ കമ്പൈലായി, പ്രശ്നങ്ങളൊന്നുമില്ല. ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഓടിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ വേറെ പ്രത്യേകിച്ച് പ്രിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഔട്ട്പുട്ട് ഈസ് സെയിം. നമുക്ക് ടൈപ്പ് ഡെഫ് ആണ് നോക്കിയത്. ടൈപ്പ് കാസ്റ്റ് വേറെയാണെന്ന് ഞാൻ പറഞ്ഞു. ടൈപ്പ് കാസ്റ്റ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എങ്കിലും നമുക്ക് ടൈപ്പ് കാസ്റ്റ് എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഞാനിവിടെ ഒരു ഫ്ലോട്ട് കൂടി ഡിക്ലെയർ ചെയ്യാണ്. ഫ്ലോട്ട് റിസൾട്ട്. നമ്മളിവിടെ ബിക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലേ, 50. ഞാൻ 50നെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 50/3 എത്ര വരും? നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല, ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിൻ്റ് വരുന്നതിനെ നമ്മൾക്ക് ഫ്ലോട്ട് ആയിട്ടാണ് നമ്മൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത്. പക്ഷേ ബി ഓൾറെഡി എന്താണ്, ഒരു ഇൻറ്റിജറാണ്. നമുക്ക് റിസൾട്ടിനെ ഫ്ലോട്ടിൽ കിട്ടുകയും വേണം. അപ്പോൾ നമുക്കെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് റിസൾട്ടിലേക്ക് എടുക്കണം. ഓക്കെ, ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ 3. ബീനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം, എന്നാൽ ഇവിടെ ഫ്ലോട്ടിലേക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റിനകത്ത് ഫ്ലോട്ട് എന്ന് എഴുതി. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ b/3 എന്നുള്ള ഓപ്പറേഷൻ ചെയ്യണം, എന്നിട്ട് റിസൾട്ടിനെ ഫ്ലോട്ട് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് റിസൾട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. റിസൾട്ട് ഈസ് %d അല്ല, %f ആണ്. നമ്മൾക്കിതിനൊന്ന് ഓടിച്ചു നോക്കാം. റിസൾട്ട് ഈസ് 0.0. നമുക്ക് ഇവിടെ പ്രശ്നമുണ്ടല്ലേ, റിസൾട്ടിൽ നമ്മൾക്ക് ഓടിച്ചപ്പോൾ 0 ആണ് വന്നതല്ലേ. 0 അങ്ങനെ വരില്ല, ഇവിടെ കോഡിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു ഫ്ലോട്ട് b/3, അതെല്ലാം ഓക്കെയാണ്. പ്രിൻ്റ് ഓഫ് റിസൾട്ട് ഈസ് എഫ്. ഇവിടെ പക്ഷേ നമ്മൾ ബി ആണ് കൊടുത്തത്, ബി അല്ല, നമ്മളത് മാറ്റാൻ വിട്ടുപോയി. നമ്മൾക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് റിസൾട്ട് ആണ്. ഓക്കെ, ഇനി ബി തന്നെ പ്രിൻ്റ് ചെയ്താലും എന്തുകൊണ്ട് 0 വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആക്ച്വലി ഇപ്പോഴും ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ %f കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടണമെന്നില്ല. %d ആണെങ്കിൽ അവിടെ 50 എന്ന റിസൾട്ടിൽ വരുമായിരുന്നു. എനിവേ നമുക്ക് ആവശ്യം അതല്ല, റിസൾട്ടിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ റൺ ചെയ്യുന്നു. റിസൾട്ട് 60.66 എന്ന് കിട്ടി. സോ നമ്മളിവിടെ ഇപ്പോൾ ചെയ്ത് നോക്കിയത് ടൈപ്പ് കാസ്റ്റ് ആണ് ചെയ്ത് നോക്കിയത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് ടൈപ്പ് ഡെഫ്, ഇത് ടൈപ്പ് കാസ്റ്റ് ഒന്നുമില്ല, നമ്മളൊരു ടൈപ്പിനെ വേറെ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പരിപാടി, അത്രയേ ഉള്ളൂ ടൈപ്പ് കാസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ചെറിയൊരു സെഷനായിരുന്നു. ഇനിയും എന്താ ടൈപ്പ് കാസ്റ്റ് എന്താ, ടൈപ്പ് ഡെഫ് എന്താ, ഇതെല്ലാം നമ്മൾ നോക്കി. ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് അറേ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഓരോ സംഗതികളാണ് ചെയ്യുന്നത് അല്ലേ. എങ്കിലും അറേ നിങ്ങൾക്ക് വളരെ
സുപരിചിതമായിരിക്കും. എങ്കിലും വീണ്ടും നമ്മൾ ആ അക്കാഡമിക്കിൽ നിന്നെല്ലാം ഇറങ്ങി വന്നിട്ട് നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ, ഓക്കെ, ഈ പറഞ്ഞ അറയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ലൈഫിനെ ടച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു കോമഡി കഥ പറയാം. അതായത് ഒരു 2 ഡെവലപ്പർമാർ തമ്മിലുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രണയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഒരു ഫോൺ കോളിൽ ഇവർ സംസാരിക്കുകയാണ്, ഇവർ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് ഇഷ്ടമാണെങ്കിൽ അടുത്ത ദിവസം ഇന്ന കഫേയിൽ ഞാൻ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം അവിടെ വന്നിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഈ പാർട്ട്ണർക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു. അയാൾ രാവിലെ നേരത്തെ തന്നെ പോയിട്ട് അവിടുത്തെ 1ാമത്തെ റോയിൽ അല്ലെങ്കിൽ ആദ്യത്തെ കോളത്തിൽ കാത്തിരുന്നു. വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും പുള്ളിനെ കണ്ടില്ല. അങ്ങനെ തിരിച്ചു വരികയാണ് സങ്കടത്തോടെ. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ആക്ച്വലി അയാളുടെ പാർട്ട്ണർ അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലായില്ല അല്ലേ? പ്രോഗ്രാമറിനെ സംബന്ധിച്ച് ആദ്യത്തെ കോളം 0th കോളമാണ്. ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരാളൊരു കോർണറിൽ പോയിരുന്നപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സെഷനിൽ ഫസ്റ്റ് കോളത്തിൽ അടുത്ത പാർട്ട്ണർ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് ഒരു IT കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, നിങ്ങൾ വലിയൊരു ഇൻഫോസിസ് പോലത്തെ വലിയൊരു ക്യാമ്പസിലോ ടെക്നോ പാർക്ക് പോലെ ഒരു സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പോൾ ലൈഫായിട്ട് ടച്ച് ആയോ? ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.